ഭയങ്കര പഠിത്തമാണല്ലോ നീ. നിന്റെ അമ്മയില്ലേ ഇവിടെ? വിളിക്കേ. അമ്മേ, അമ്മേ. ഇന്നലെ വൈകിട്ട് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ഇന്നലെ വരാൻ പറ്റില്ല, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. ഇതാ രൂപ. നീ നിലവിലെ പഠിക്കുന്നുണ്ടോ? പഠിച്ചു മുടുക്കുന്നതാണ് കേട്ടോ. ഇന്നടാ ഇത് അങ്ങോട്ട് വെച്ചോ. അപ്പൊ പഞ്ചാര വേണ്ടല്ലേ? തങ്കമ്മക്കോ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഊണ് സ്പെഷ്യൽ കരിമീൻ. ഇന്ന് കരിമീൻ കിട്ടിയേ ഭാസ്കര. ചതിച്ചാ തങ്കമ്മക്കെന്റെ കരിമീൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം. എന്റെ കരിമീൻ ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലേ ഭാസ്കര? നല്ല കോഴിയുണ്ട് ഭാസ്കര, കൊണ്ട് കൊടുക്ക്. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് കരിമീനാ ഇഷ്ടം, രാത്രിയാ കോഴി. അല്ല ഇത് ആരാ? പട്ടാളം ഭാഷിച്ചേട്ടനോ? എപ്പ വന്നു? കുറച്ചു നാളായി ഭാസ്കര. അച്ഛാ, പ്രസിഡന്റ് അദ്ദേഹം ഓഫീസിലുണ്ടോ ഭാസ്കര? ഉണ്ട്, കമ്മിറ്റിയാ. നീ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണോ? പിന്നല്ലാതെ എന്തോന്ന് ചെയ്യാൻ? പകല് മുഴുവൻ പഞ്ചായത്ത് ഓഫീസിൽ വേല, അത് വിട്ടിറങ്ങിയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വേല. അല്ല ഇതാരാ? ഭാസിയണ്ണനോ? ആ ഇന്നാ ഭാസ്കര. ഞാൻ പോയിട്ട് വരുത്താ. പിന്നെ മാസം കൂടി ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കണം. വന്ന കാലേ നിൽക്കാതെ കേറി ഇരിയണ്ണ. അച്ഛാ, അപ്പൊ നീ എന്നെ ഇരുത്തിയേ അടങ്ങും. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. അണ്ണൻ എന്ത് വേണം? വേണ്ടത് ഞാൻ പിന്നെ പറയാം. ഇത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം ഭാര്യ പറയല്ലോ. ആ അതാ തങ്കമ്മയുടെ മഹത്വം. നല്ല അനുസരണയുള്ള ഭർത്താവ്. ഞാനങ്ങനെ ആക്കിയെടുത്തതാ. അച്ഛാ, മിടുക്കി. പിന്നല്ലാതെ ആരെങ്കിലും കൊള്ളാവുന്നവർ സംസാരിക്കാൻ വരുമ്പോൾ വായി നോക്കി നിൽക്കും. എത്രയായാലും നിന്റെ ഭർത്താവല്ലേ തങ്കമ്മേ? ഓ ഭർത്താവ് ആ പൊണ്ണ തടിയേ ഉള്ളൂ, അകം പൊള്ളയാ. പാവം നല്ലവനാ. അയ്യോ, ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും ഒന്ന് നോക്കിയാ മതി, അപ്പ കരുതുള്ളൂ. ഇപ്പോഴെങ്ങനെയുണ്ട് തങ്കമ്മേ? ഇപ്പൊ അങ്ങേർക്ക് മകതിരിവ് വന്നിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും നോട്ടമേ ഇല്ല. ദേ ആര് വരുന്നു. തങ്കമ്മക്ക ഒരു ചായ അടിക്കണം. പാലില്ല. ഇന്നലെ ഒരു കട്ടനെങ്കിലും തരണം. പഞ്ചസാരയില്ല. ഇതൊരു കഷ്ടമായല്ലോ. തങ്കമ്മേ, പേര് കേട്ട നാളെ നിർത്തിയിരിക്കുക. അന്നത്തെ അതിര് തർക്കം എന്താ എണ്ണ? എന്ത് ചെയ്യാനാ തങ്കമ്മേ? അതിരിൽ നിൽക്കുന്ന മരം മുറിക്കാൻ ആ വാസു സമ്മതിക്കുന്നില്ല. അണ്ണനെ ചൊണയില്ലാഞ്ഞിട്ടാ, വെട്ടി മുറിച്ച് കളയണം. ആ രാമുവാണ് അവന് സഹായി. ഇത് തോക്ക് പിടിച്ച കൈയാണ്. തങ്കമ്മേ, നമുക്ക് കാണാം. ആ നീ മരുന്നെടുക്ക്. അതാ രാമണ്ണ വരുന്നു. ഇതൊരു ബാർബർ ഷാപ്പൊന്നും അല്ല. ചായ കുടിക്കാൻ വരുന്നവർക്ക് ചെവി കേൾക്കണം. റേഡിയോ ഓൺ ചെയ്യാൻ. ചേരുള്ളേ 3 ചായ. റേഡിയോ ഓൺ ചെയ്യാൻ. അപ്പൊ കൃഷ്ണപിള്ളേ, ആ തോട്ടിൽ പാലം വലിയ അത്യാവശ്യമാണ്. മഴക്കാലമായിരുന്നു. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് മാസം എത്രയായി? അയാൾക്ക് അതല്ലല്ലോ പണി. റേഡിയോ ഓൺ ചെയ്യാൻ. ഇല്ലെങ്കിൽ അയ്യോ ഭാഷയെന്നെ ക്ഷമിച്ചേരെ, അണ്ണൻ പോയിക്കോ. ഒന്നും പോണ്ട, മറ്റേതല്ലേ വന്നത്. അയ്യോ എന്റെ പൊന്നു രാമണ്ണ, അന്നേ നിർത്തിയത്. നിങ്ങളെല്ലാം കൂടിയല്ലേ പോലീസിനെ വരുത്തിയത്? നാട് നന്നാക്കാൻ വന്നൊരു പുണ്യപുരുഷൻ. താൻ എന്താ പറഞ്ഞത്? കളവാസു ഒറ്റയടിക്കില്ല. ഇത് തോക്ക് പിടിച്ച കൈയാണ്. ഇതേ കലപ്പ പിടിച്ച കയ്യാ. തൽക്കാലം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമാണ്? ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു തല്ലി നടന്നൊരു ക്ഷീണം തീർന്നിട്ടില്ല. ചേട്ടൻ നിങ്ങൾക്ക് ചേട്ടന് പോ. നിന്നെയൊക്കെ അടുത്തോളാം. അപ്പൊ കണ്ടോളാം. ഞാൻ പോണം. തണനെ പറ്റി പോണേ. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ എന്തൊരാഗ്രഹം. അയ്യേ, ചേട്ടനും ചേട്ടന്റെ കാളയും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴും ചേരലും ചെളിയിലും അല്ലേ? അതാടി എന്റെ അന്തസ്. എനിക്ക് എന്റെ ചേട്ടനെ അന്തസ്സായി വേഷത്തിൽ കാണാൻ എന്തൊരു കൊതി. എന്റെ ജോലി കൃഷി, അതിനനുസരിച്ച വേഷം. തൊട്ടിരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റുന്നില്ലല്ലോ. ദേഹം മുഴുവൻ അഴുക്ക്. അത് പുറത്തല്ലേ, അകത്തല്ലല്ലോ നിന്റെ അച്ഛനെ പോലെ. അച്ഛനും ചേട്ടനും തമ്മിൽ ഒന്ന് ഇണങ്ങി കണ്ടാ മതിയായിരുന്നു. അത് ഈ ജന്മം നടക്കും തോന്നില്ല. അച്ഛന് ചേട്ടനോട് എന്താ ഇത്ര വിരോധം? അത് ഇപ്പൊ നീ അറിയണ്ട. അപ്പോ
നമ്മുടെ സ്നേഹത്തിന്റെ അവസാനം? വാസന്തി, നാം രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതി നമ്മുടെ വിവാഹം. പക്ഷേ എന്റെ അനുജത്തി ശാന്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടും മതി. ശരിയാണ് ചേട്ടാ, ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. നിങ്ങൾ ഔട്ട് ഹൗസിൽ കൂടി വന്നതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സ്വാമി, സാമോടിരിക്കണം. മിസ്റ്റർ പട്ടാളം ബാത്തി ഡിസ്ചാർജ് കിട്ടിയതിന് ശേഷം ആദ്യമായി നമുക്കിതൊരു പാർട്ടിയായിരുന്നു. അപ്പോ അതിൽ സ്വാമിയോട് പങ്കെടുക്കാതിരിക്കുന്ന മോശമല്ലേ? അത് നമ്മുടെ ഔട്ട് ഹൗസിലെ. പിന്നെ ഞാൻ നിശ്ചയമായി തുടവേ മാട്ടേ. മദ്യപാനം പാവമാണ്. സ്വാമി ശകലം കഴിച്ചു നോക്കണം സ്വാമി. ഇല്ല, എന്റെ ലൈഫിൽ ഇതുവരെ ഇതിന്റെ വെള്ളേ അടിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഒരു സന്ദർഭം വരുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. നിശ്ചയമാ ഞാൻ തുടവേ മാട്ടേ. ഞാൻ ഇരിക്കണം. വേണ്ട, സ്വാമിയെ ഇരുത്താൻ നോക്കണ്ട. നിങ്ങൾ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നതിന്റെ രഹസ്യം എനിക്കറിയാം. സ്വാമി, ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കണം. എനിക്ക് സാറിനോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എന്താ അത്? സാറ് இந்த மாதிரி കുടിക്കരുത്. ഉടമ്പ് വീണായിട്ട് കെട്ടുപോയിടും സാർ. സ്വാമി ഒന്ന് മനസ്സിലാക്കണം, ക്ലാസ്മേറ്റിനേക്കാൾ കൂടുതൽ സ്വാധീനം ക്ലാസ്മേറ്റിനാണ്. ശരിയാണ് ദാസപ്പൻ പിള്ളേ. പക്ഷേ ഈ കുടികാര പശങ്ങളെല്ലാം അല്പായുസാണ്. മനസ്സിലാവണുണ്ടോ? സ്വാമി, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇങ്ങനെ അതിർത്തി തർക്കം തീർക്കാനാണെന്ന് പറയൂ. സ്വാമി തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയൊന്നും അല്ല. സ്വാമി കുടിക്കുന്നേ കുടിക്കണം, ഇല്ലെങ്കിൽ പോണം. അല്ല, ഞാനങ്ങ് പോയേക്കാം. പിന്നെ എന്തിനാ സ്വാമി ഈ കരുവാടുകൊണ്ട് അടിവാഴത്തെ പട്ടിയെ പോലെ എങ്ങനെയാണ് കറങ്ങണത്? നീ ഒരുത്തനായിട്ടാണ് ഇവരെല്ലാം കുടിപ്പിച്ച് കുട്ടി ചോരാക്കുന്നത്. ഈ മദ്യം വാങ്ങിക്കുന്ന കാശിന് നല്ല ശുദ്ധമായ പശുവിൻ പാൽ വാങ്ങിച്ച് കാച്ചി നല്ല സ്വീറ്റ് ഷുഗറും പോട്ട് സാപ്പിടക്കൂടാതോ? ഞങ്ങളും ഒക്കെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയാ സ്വാമി പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഞാൻ സാപ്പിടവേ മാട്ടേ. പിന്നെ സ്വാമി പോണോ? എന്താ നിങ്ങളൊരു കാര്യം ചെയ്യാൻ സാർ, ഇവിടെ നിന്നാൽ ഇതെല്ലാം കണ്ടൊന്ന് രസിക്കാമല്ലോ. സാർ, ഈ ചിപ്സ് വെജിറ്റേറിയൻ ആണ്, അത് മാത്രം കഴിക്കാം. വെട്ടടാ സാർ, വാസും കൂട്ടരും വന്ന് വഴക്കുണ്ടാക്കിയ സാർ ഏറ്റാളാവോ? എടാ, രാമായണം മുഴുവൻ പറഞ്ഞ് മൂക്കറ്റം കള്ളും വാങ്ങിച്ചെന്നാ നിങ്ങളെ കൊണ്ടുവന്നത്. സാർ, കാര്യം ശരിയാണ് സാർ. അടി വീഴുന്നത് ഞങ്ങളുടെ മേത്തല്ലേ സാറേ? എടാ, ലോകമഹായുദ്ധം നേരിട്ട് കണ്ടവനാ ഈ ഭാസി. ചാവുന്നതും കൊല്ലുന്നതും എനിക്ക് പുത്തരിയല്ല. എന്റെ മരം, എന്റെ ഇഷ്ടം, ഞാൻ വെട്ടും. സർവേ കല്ല് മാറ്റിയിട്ട് ഞങ്ങൾ തന്നെ. അപ്പോഴും വാസു ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് കുറെ കൂടിപ്പോകും. നീ കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ടാവോ? ഞാൻ വെട്ടോ? ന്യായം പറയാൻ വന്നിരിക്കുന്നു. വെട്ടുന്നോ ഇല്ലയോ? വെട്ടാന്ന് സമ്മതിച്ചാണല്ലോ വന്നത് സാറേ. എങ്കിലും ന്യായം പറയാതിരിക്കാൻ പറ്റുമോ സാർ? എന്നാ വെട്ട്. കാര്യമല്ല ഏറ്റല്ലോ. ഏറ്റു. പ്രസിഡന്റ് നമ്മുടെ കൂടെ പെട്ടുകടാ. അയ്യോ, ഞങ്ങൾ പ്ലാൻ മുറിക്കുന്നേ. വെട്ടടാ.